വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിട്ട് ഡിഎഫ്ഒയുടെ ഉത്തരവ്. മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെയാണ് പിരിച്ചുവിടുന്നത്. നടപടിക്കെതിരെ വിമർശനവുമായി ഇടതു നേതാക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, ദേവികുളം, നേര്യമംഗലം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകളിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. മാർച്ച് 31-ന് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് ഉത്തരവ്. വനവികസനം തുടങ്ങിയ ബജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരെയാണ് ഒഴിവാക്കുക. 925 രൂപ ദിവസവേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് പരമാവധി 15,000 രൂപ വരെ മാത്രമാണ്. മാസങ്ങളായി ശമ്പളം കുടിശ്ശികയുമാണ്. ഇതിനിടെയാണ് താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ ഉത്തരവായത്. നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. ജില്ലയിലെ കാർഷിക മേഖല വന്യജീവി ആക്രമണത്തിൽപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടാനെടുത്തിരിക്കുന്ന തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഏകാധിപത്യപരമായ തീരുമാനമാണത്. ആ തീരുമാനം റദ്ദാക്കപ്പെടണം. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അമൃത ന്യൂസ്, ഇടുക്കി.